മുഖം നന്നായിട്ട് വെളുത്ത് തുടുക്കാനും വിളർച്ച മാറാനും ക്ഷീണം അകറ്റാനും ഒക്കെയുള്ള നല്ലൊരു കിടിലൻ ലേഹ്യമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും പോഷക ഗുണമുള്ള നെല്ലിക്ക വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നെല്ലിക്ക ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു 10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് HB കൂടും, ബ്ലഡ് നന്നായിട്ടുണ്ടാവും, ക്ഷീണമൊക്കെ മാറും, പിന്നെ അതുപോലെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് തുടുക്കുകയും ചെയ്യും. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അത്രയും ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഞാൻ കുറച്ച് നെല്ലിക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം അതൊക്കെ ചൂട് പോയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പനച്ചക്കരയാണ് കേട്ടോ. സാധാരണ ശർക്കര എടുക്കുന്നില്ല. ഇത് ഒരു ഉണ്ട പോലെയുള്ളൊരു സൈസിലുള്ളൊരു ശർക്കരയാണ്, നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ വാങ്ങണം. സാധാരണ ശർക്കരയേക്കാൾ ഏറ്റവും ബെസ്റ്റാണ് ഇത്. നമുക്ക് HB വർദ്ധിക്കാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാൽഷ്യവും എല്ലാം ഈ ഒരു ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ബദാം ഉണ്ടെങ്കിൽ ബദാം എടുത്താൽ മതി. പിന്നെ ഒരു തേങ്ങയുടെ പാലും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്ക മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കുരുവൊക്കെ ഫുള്ള് കളഞ്ഞതിന് ശേഷം അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. നെല്ലിക്ക എത്രയാണോ അളവ് അത് എത്ര കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. തേങ്ങാപ്പാൽ അമിതമായിട്ട് എടുക്കണ്ട. ഒരു 1/2 കിലോ നെല്ലിക്കയാണെങ്കിൽ 1/2 മുറി മതി. എനിക്കിവിടെ 1 കിലോ നെല്ലിക്ക ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തേങ്ങയുടെ പാൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് ഈ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയിൽ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ ഇത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൽ ഈത്തപ്പഴം പുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഒരു 30-40 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് തേങ്ങാപ്പാലിൽ കുറച്ച് സമയം ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി. ആ കുതിർത്ത് വെച്ച ഈത്തപ്പഴവും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ അടിക്കണേ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചിട്ട് ഒഴിക്കാം. ഈ രീതിയിൽ വേണമെങ്കിൽ കുറച്ച് സമയം അതിലിട്ട് വെച്ചതിന് ശേഷം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ട് വറ്റി വരണം. കൈ വിടാണ്ട് ഫുള്ളായിട്ട് ഇളക്കണം കേട്ടോ. അടുക്കി പിടിക്കാനും പാടില്ല. അപ്പം നമ്മുടെ ഈ കരിപ്പെട്ടി ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ലേഹ്യം ഉണ്ടാക്കുമ്പം അടുക്കി പിടിക്കാതെ നോക്കണം. പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് മണിക്കൂർ, ഒരു ദിവസം ഫുള്ള് ഇളക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഇളക്കിയിട്ട് തീരുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ തീയൊക്കെ ഓഫാക്കിയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഒരു ദിവസം ഫുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. നെയ്യ് ഇതിലിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒരു ലേഹ്യത്തിൻ്റെ പരുവത്തിലായി വരുമ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഇതിൽ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ബദാം പിന്നെ കടല അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഫുള്ള് വെള്ളവും വറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ ശരിക്കൊരു ലേഹ്യത്തിൻ്റെ പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ഇതിലിടാൻ പാടുള്ളൂ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടത് മിക്സ് ചെയ്ത് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇളക്കിയിട്ട് ഇതിലുള്ള വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ നമ്മൾ നെയ്യ് ഇടുന്നതിന് മുൻപ് ഇതിൻ്റെയുള്ള എല്ലാ വെള്ളവും വറ്റിയിട്ട് ഇതേപോലെ ഒരു നമ്മുടെ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു രൂപത്തിലാവണം. ആ രൂപത്തിലായിക്കഴിഞ്ഞാൽ വെള്ളം വറ്റിയെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ശരിക്കും വെള്ളം വറ്റിയിട്ടാണ് നമ്മൾ നെയ്യിടുമ്പോൾ നമുക്കത് വിട്ട് കിട്ടാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ശരിക്കും എനിക്ക് 2 ബോട്ടിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പാത്രത്തിൽ ഞാൻ ഓൾറെഡി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു കുപ്പിയിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഇത് നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കാലി വയറ്റിൽ കഴിക്കരുത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ലേഹ്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ ബൈ.